പെരിയോനേ റഹ്മാനേ പെരിയോനേ റഹീം അണ്ണാര കണ്ണാവ പൂവാല ചങ്ങാത്തം കൂടാൻ വാ. 30 to 40 minutes സാറിന്റെ കൂടെ സ്റ്റുഡിയോയിൽ സ്പെൻഡ് ചെയ്യാൻ പറ്റി. അങ്ങനെയാണ് നമ്മൾ ഈ പെരിയോനെ റഹ്മാൻ എന്നുള്ള ഒരു ഹുക്കിലേക്ക് എത്തുന്നത്. പാട്ടിന്റെ പെയിൻ വേണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഡെഫിനറ്റ്ലി ആ ഒരു പെയിൻ വേണം. അങ്ങനെ അതും കൂടി ഇൻകോർപ്പറേറ്റ് ചെയ്ത് നമ്മളൊരു 2-3 പ്രാവശ്യം പാടി റിഫൈൻ ചെയ്തിട്ടാണ് ഇപ്പോൾ ഈ ഫൈനൽ വേർഷൻ കേൾക്കുന്നത്. അണ്ണാര കണ്ണാന്ന് പറയുമ്പോഴാണ് പെട്ടെന്ന് എല്ലാവരും ആ കുട്ടിയാണ് ഈ കുട്ടി എന്നുള്ളത്. ആൻഡ് നമ്മളൊരിക്കൽ ചെന്നൈയിലാണ് കണ്ടുമുട്ടുന്നത്, ഒരു ബോംബെ ജയശ്രീ കോൺസേർട്ടിൽ. പിന്നെ ഓൺ ആൻഡ് ഓഫ് വി വർ ടോക്കിംഗ്. വളരെ സന്തോഷം. ആൻഡ് ഇതിനു മുന്നേ പറഞ്ഞ പോലെ വേറെ ഭാഷകളിൽ ലൈക്ക് ഡബിങ് സോങ്സിൽ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. സോ ഒരു ലൈക്ക് സ്ട്രേറ്റ് ത്രൂ സോങ്, മലയാളം മൂവിയിൽ ഒരു മലയാളം സോങ്, ഇത്രയും വലിയൊരു പ്രോജക്റ്റ് അതിൻ്റെ ഒരു ഭാഗമാകാൻ പറ്റിയത് എന്താ പറയുക, ഒരുപാട് സന്തോഷം. എങ്ങനെയായിരുന്നു റഹ്മാൻ സാർ എന്താ ഈ ഒരു സോങ്ങിന് കമ്പോസിങ് ടൈമിലൊക്കെ പറഞ്ഞു തന്നിരുന്നതും? നമ്മൾ അങ്ങനെ ഇൻസ്ട്രക്ഷൻ പോലെ ഒന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ ആക്ച്വലി ആദ്യം എനിക്ക് സാറിൻ്റെ കൂടെ കുറച്ച് നേരം ജാം ചെയ്യാനൊരു സമയം കിട്ടിയിട്ടുണ്ടായിരുന്നു. എനിക്ക് ആക്ച്വലി കുറച്ച് നേരം ഒരു 30 to 40 minutes സാറിൻ്റെ കൂടെ സ്റ്റുഡിയോയിൽ സ്പെൻഡ് ചെയ്യാൻ പറ്റി. അങ്ങനെയാണ് നമ്മൾ ഈ പെരിയോനെ റഹ്മാൻ എന്നുള്ള ഒരു ഹുക്കിലേക്ക് എത്തുന്നത് പാട്ടിൻ്റെ. അതിനുശേഷം കമ്പോസിങ് നടന്നു. ഈ ഫുൾ സോങ്ങിൻ്റെ ഒരു ഔട്ട്ലൈൻ കിട്ടി. ദെൻ നമ്മൾ എൻജിനീയേഴ്സിൻ്റെ കൂടെ ഇരുന്നു. സാറല്ല റെക്കോർഡ് ചെയ്തത്, സാറിൻ്റെ എൻജിനീയേഴ്സ് തന്നെയാണ്. സോ നമ്മൾ ഈ പാട്ട് റെക്കോർഡ് ചെയ്തു. അതിപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ബ്ലെസ്സി സാർ ഡെഫിനറ്റ്ലി. നമ്മൾ ആക്ച്വലി ട്രാക്ക് പാടി ഒരു പ്രാവശ്യം സാറ് കേട്ടിട്ടുണ്ടായിരുന്നു. സാർ കേട്ടിട്ട് എന്നെ വിളിച്ചു ഒരിക്കൽ, ഫോണിൽ വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ മ്യൂസിക്കലി പാട്ട് നന്നായിട്ടുണ്ട്, പക്ഷേ അതിലേക്ക് ഇതാണ് ഇതിൻ്റെ കോണ്ടെക്സ്റ്റ് ഈ പടത്തിൻ്റെ, പിന്നെ ഡെസേർട്ടഡ് ആയിട്ടുള്ള ഒരാളുടെ സ്ട്രഗിൾ ആണെന്ന്. സോ ആ ഒരു പെയിൻ വേണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഡെഫിനറ്റ്ലി ആ ഒരു പെയിൻ വേണം. അങ്ങനെ അതും കൂടി ഇൻകോർപ്പറേറ്റ് ചെയ്ത് നമ്മളൊരു 2-3 പ്രാവശ്യം പാടി റിഫൈൻ ചെയ്തിട്ടാണ് ഇപ്പോൾ ഈ ഫൈനൽ വേർഷൻ കേൾക്കുന്നത്. വൈഫ് പൂർണ്ണശ്രീ ഇപ്പൊ കണ്ടാൽ ചിലപ്പോ എത്ര പേർക്ക് അറിയുമെന്ന് അറിയില്ല. പണ്ട് ഇപ്പോഴും ഒരുപാട് പേർക്ക് അറിയാം. ആക്ച്വലി കേരളത്തില് നന്നായിട്ട് തന്നെ, പക്ഷെ ആ ആളാണ് എന്നുള്ളത് അത് ചിലപ്പോ അറിയണ്ടാവില്ല. അണ്ണാരെ കണ്ടാവാ അതീതൊരു മോചനം അല്ല. അണ്ണാര കണ്ണാന്ന് പറയുമ്പോഴാണ് പെട്ടെന്ന് എല്ലാവരും ആ കുട്ടിയാണ് ഈ കുട്ടി എന്നുള്ളത്. പറയൂ, നിങ്ങളുടെ ജേർണി എങ്ങനെയാ സ്റ്റാർട്ട് ചെയ്തത്? ഞങ്ങളുടെ ജേർണി മ്യൂസിക് തന്നെയാണ്. മ്യൂസിക് ഓൺലി. മ്യൂസിക് തന്നെയാണ് നമ്മൾ കണക്ട് ചെയ്തത്. പിന്നെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ നമ്മുടെ വി സ്റ്റാർട്ടഡ് ഫോളോയിങ് ഈച്ച് അതർ, മ്യൂസിക് ഫോളോ ചെയ്യാൻ തുടങ്ങി. പിന്നെ നമ്മൾ സംസാരിച്ച് തുടങ്ങി. ആൻഡ് നമ്മളൊരിക്കൽ ചെന്നൈയിലാണ് കണ്ടുമുട്ടുന്നത്, ഒരു ബോംബെ ജയശ്രീ കോൺസേർട്ടിൽ. പിന്നെ ഓൺ ആൻഡ് ഓഫ് വി വർ ടോക്കിംഗ്. ഇന്നലെ കണ്ടു. ആൻഡ് ഒരുപാട് സന്തോഷം. തിയേറ്ററിൽ പാട്ട് ആ ഒരു പടത്തിൻ്റെ കൂടെ ആ വരികൾ കേൾക്കാൻ പറ്റി. ആൻഡ് നമ്മുടെ എന്താ പറയുക, മദറിനോ ഫാദറിനോ എല്ലാവരും ഉണ്ടായിരുന്നു. മൊത്തം ഒരു 8 പേരുണ്ടായിരുന്നു. നമ്മൾ കൂടുതലും തമിഴിലാണ് വർക്ക് ചെയ്തിട്ടുള്ളത്. മലയാളം കോൺസെൻട്രേറ്റ് ചെയ്യാത്തതായിരുന്നു അതോ? ഞാൻ അവിടെ ആയിരുന്നു അധികവും. പിന്നെ കുറച്ച് കണക്ട് ഉണ്ടായിരുന്നില്ല ഇവിടെ ആയിട്ട് ഒരു പോയിന്റിന് ശേഷം. ആൻഡ് എനിക്ക് കൂടുതൽ ചാൻസസ് കിട്ടിയതും തമിഴിലാണ്. അത് അങ്ങനെ ആയിരുന്നേ ഉള്ളൂ. പിന്നെ എനിക്ക് ആക്ച്വലി ഇമാൻ സാറിൻ്റെ ഒരു പാട്ടാണ് മേജർ ഒരു ബ്രേക്ക് ആയത് അവിടെ. ആ പാട്ട് ഇറ്റ് ഗോസ് ലൈക്ക് ദിസ്. ഓ മേല ഒരു കണ്ണ് നീതായ മുറപ്പൊണ്ണ്, உன்னோட இவ ஒண்ணு ஒன்ன மறந்தா வெறும் மண்ணு, இருக்கிற ஒன்னால பறக்குற தன்னால, கிறங்குற நொறுங்குற பாரு நாவோ மாப்பிள்ளை. It goes like that. பெரியவனே. അങ്ങകലെ അങ്ങകലെ മണ്ണിൽ പുതുമഴ വീഴനുണ്ടേ, മണ്ണിൽ പുതുമഴ വീഴനുണ്ടേ. അങ്ങകലെ അങ്ങകലെ മണ്ണിൽ പുതുമഴ വീഴനുണ്ടേ, മണ്ണിൽ പുതുമഴ വീഴനുണ്ടേ. നെഞ്ചിലൊരാളുടെ കണ്ണീർ വീണ പോലിങ്ങിരുന്നാലും അറിയണുണ്ടേ, നെഞ്ചിലൊരാളുടെ കണ്ണീർ വീണ പോലിങ്ങിരുന്നാലും അറിയണുണ്ടേ.
മിണ്ടാമൺതരി വാരിയെടുത്തതിൽ കണ്ടില്ല കണ്ടില്ല നിന്നനവ്, കണ്ടില്ല കണ്ടില്ല നിന്നനവ്. കൊച്ചോളങ്ങളിൽ നീന്തിത്തുടി ചെന്നെ തൊട്ടില്ല തൊട്ടില്ല നിന്നനവ്, തൊട്ടില്ല തൊട്ടില്ല നിന്നനവ്. പെരിയോനേ റഹ്മാനേ പെരിയോനേ റഹീം, പെരിയോനേ റഹ്മാനേ പെരിയോനേ റഹീം, പെരിയോനേ റഹ്മാനേ പെരിയോനേ റഹീം. അത് വേണോ? ഇതും കൂട്ടി ഇതൊരു എത്രാമത്തെ 6ാമത്തെ പ്രാവശ്യമാണ്. അല്ല അത് സെയിം ഓർഡറിലാണ് പെരിയോനെ കഴിഞ്ഞ അണ്ണാറക്കണ്ണാവ. അണ്ണാറക്കണ്ണാവ പൂവാല ചങ്ങാത്തം കൂടാൻ വാ, മൂവാണ്ടൻ മാവേൽ വാവ ഒരു പുന്നാര തേൻ കനി താത്ത, നങ്ങേലി പശുവിൻ്റെ പാല് വെള്ളപ്പിഞ്ഞാണത്തിൽ നിനക്കേകാം, ഒരുക്കാം ഞാൻ പൊന്നോണം ചങ്ങാതി.